ഞാനിന്ന് അയലയാണ് വയ്ക്കുന്നത്. അയല 1/2 കിലോ അയലയായത് വെട്ടിക്കഴുകി വൃത്തിയാക്കി കൊണ്ടുവച്ചിരിക്കുകയാണ്. എല്ലാവരും അയലയൊക്കെ വയ്ക്കുന്നതാണ്. പക്ഷേ ഞാൻ എൻ്റേതായ ഒരു വ്യത്യസ്തമായ രീതിയിലാണ് വയ്ക്കുന്നത്. അതായത് കോട്ടയം സ്റ്റൈലിലെ ഒരു വെറൈറ്റി അയലക്കറി. അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവുമെന്ന് എനിക്കറിയാം. ഇതാ മീൻ ചട്ടി വെച്ചു. ഉലുവയെടുക്കുന്നു. ഉലുവ നോക്കൂ, ഉലുവ ഇട്ടു. ഇനി കടുക് ഇടുന്നുണ്ടെന്ന് അറിയാം. അയല ഇങ്ങനെ ഉലർന്നു പോകാൻ സാധ്യതയുള്ള മീനുകളൊക്കെ നമ്മൾ ഒത്തിരി കടുകും കൂടി ഇട്ടാൽ നല്ലതാണ്. അതിങ്ങനെ ഉലർന്നു പോയില്ല. ഇനി ഉലുവ ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല. മൂത്ത് പോയാൽ കഴിക്കും കേട്ടോ. ഉലുവായി നമുക്ക് കറിവേപ്പില ചവറ കടുകിനെക്കാട്ടി ചവറയാണ് കറിവേപ്പില. ഉലുവ ഒരുപാട് മൂത്ത് പോകാൻ പാടില്ല. മൂത്ത് പോയാൽ കഴിക്കും. ഇനി അതിലേക്ക് നോക്കൂ, ഉള്ളി, ചെറിയുള്ളിയാണ് കേട്ടോ. ചെറിയുള്ളി, ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക്, തക്കാളി. ചെറിയുള്ളി ഇട്ടു. ചെറിയുള്ളി കിടന്ന് ഒരുപാട് മൂക്കണ്ട കേട്ടോ, ഒരുപാട് മൂക്കണ്ട. ഇനി ഇഞ്ചി, വെള്ളുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടിയിട്ട് അതിനകത്ത് കിടന്ന് ഒന്ന് വഴന്ന് വരട്ടെ. ഒരുപാട് വഴഞ്ഞുണ്ട കേട്ടോ, ഒരുപാട് വഴലേണ്ട ആവശ്യമില്ല. ഞാൻ ഈ സൈഡിൽ ക്യാമറ വെച്ചിരിക്കുന്നതുകൊണ്ട് വെട്ടം മുഖത്തേക്ക് കാര്യമായിട്ട് കിട്ടുന്നില്ല. എന്നാലും വേണ്ടിയില്ല. അര കിലോ അയലയാണല്ലോ. അപ്പോൾ നോക്കൂ, 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനിയും ഇത് ടീസ്പൂണാണ്. ടീസ്പൂണിന് 1 സ്പൂൺ മല്ലിപ്പൊടി മതി. മല്ലിപ്പൊടി ഒരുപാടായാൽ മീനിന് രുചി പോകും. ചിക്കനാണ് മല്ലിപ്പൊടി കൂടുതൽ വേണ്ടത്. അത് മല്ലിപ്പൊടി ഇട്ടില്ലേലും കുഴപ്പമില്ല കേട്ടോ. ചട്ടിക്ക് ചൂടായാൽ പിന്നെ ഇത് കാത്തിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരല്പം ഉപ്പിടട്ടെ. ഇതൊന്ന് കുരുമുളക് പൊടി കുറച്ച് നമ്മുടെ ഇഷ്ടത്തിന്. മത്തിക്കാണെങ്കിൽ മസ്റ്റായിട്ട് കുരുമുളക് പൊടി ഇടണം. മത്തിക്ക ഇപ്പൊ എനിക്കിതൊക്കെ കൈക്കണക്കാ കേട്ടോ. കല്ലുപ്പ് പൊടിച്ചു വെച്ചിരിക്കുന്നു. എനിക്കിതൊക്കെ കൈക്കണക്കാം. ഇതാ ഒരു ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ഒഴിക്കട്ടെ. വെളിച്ചെണ്ണ ഒത്തിരി 1/4 സ്പൂണേ ഞാൻ ഒഴിച്ചിരുന്നുള്ളൂ. വെളിച്ചെണ്ണയൊക്കെ ഉപയോഗം കുറയ്ക്കണം കേട്ടോ. ചെറുപ്പക്കാരായാലും ശരി, പ്രായമായാലും ശരി, ആരായാലും വെളിച്ചെണ്ണയുടെ ഒക്കെ ഉപയോഗം കുറയ്ക്കുക. ഇതൊന്ന് മൂക്കട്ടെ.
ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇടാം കേട്ടോ. ഇതൊന്നും അധികം വഴലുണ്ട, കുറച്ച് വഴന്നാൽ മതി. ഇനി നോക്കൂ, പുളിഞ്ചോള ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുക കേട്ടോ, കുടംപുളി. ഇതൊരു സ്പെഷ്യൽ, ഇതിൻ്റെ രുചി അപാരമാണ്. നിങ്ങൾ കണ്ടോണം വെന്ത് വരുമ്പോൾ. ആ വെള്ളത്തോടു കൂടി അതങ്ങൊഴിച്ചു. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ, ഇത് ടേബിൾ സ്പൂണും അല്ല ടീസ്പൂണും അല്ല, അതിൻ്റെ മിഡിലുള്ള ഒരു സ്പൂണാണ്. ഇതിന് 2 സ്പൂണ് മുളക്, 2 സ്പൂൺ മുളക്. പച്ചമുളകൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതിൽ കുറച്ച് മതി. ഇതിലേക്ക് നോക്കൂ, ഇതിൽ ഒരു 1/4 സ്പൂൺ ഉലുവാപ്പൊടി. 1/4 സ്പൂൺ മതി, ഉലുവ അധികമായാൽ ഞാൻ പറഞ്ഞു കഴിക്കുന്ന കാര്യം. ഇനി ഇത് 2 സ്പൂൺ മുളക് പൊടി ചൂടുവെള്ളത്തിലാണ് ഇട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ചൂടുവെള്ളത്തിലിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നോടന്ന് നന്ദിനി ടീച്ചർ പറഞ്ഞു, നന്ദിനി ടീച്ചർ നല്ല വലിയ ചാനലുണ്ട് ടീച്ചർക്ക്, 100K ഒക്കെ സബുള്ള, 100ന് മുകളിൽ ഉള്ള നല്ലൊരു ചാനലാണ് നന്ദിനി രാജശേഖരൻ. ടീച്ചറെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്, ടീച്ചർക്ക് എന്നെയും ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, ടീച്ചർ സംസ്കൃതം ടീച്ചറാണ് കേട്ടോ, കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടിരുന്നു, സരസ്വതി ടീച്ചറെ വഞ്ചിപ്പാട്ട് കുറച്ചൊന്ന് ചൊല്ലണേന്ന്. വഞ്ചിപ്പാട്ട് നദോന്നത വൃത്തത്തിൽ എഴുതിയിട്ടുള്ള, രാമപുരത്ത് വാര്യർ അദ്ദേഹം എഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്, കവിതയാണ്. വഞ്ചിയിൽ എഴുതിയതായതുകൊണ്ട് വഞ്ചി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ പൊങ്ങിയും താണും പോകില്ലേ, ആ ട്യൂണിലാണ് എഴുതിയിരിക്കുന്നത്. അത് നദോന്നത വൃത്തത്തിലാണ്. ദക്ഷരം ഗണം 8 എണ്ണം 1-ാം പാദത്തിൽ, മറ്റേതിൽ ഗണം 6 നിൽക്കണം. 2ഉം 8ാമത് അക്ഷരേ, ഗുരു തന്നെ എഴുത്തല്ല. എല്ലാ അക്ഷരങ്ങളും അത് ഗുരു ദീർഘാക്ഷരങ്ങളായിരിക്കും, ഗുരു തന്നെ എഴുത്തല്ല. ഈ ശീലിൻ്റെ നദോന്നത എന്നാണ്. അപ്പം നദോന്നത വൃത്തം അങ്ങനെ പൊങ്ങിയും താണും പോകുന്ന വൃത്തമാണ് വഞ്ചിയുടെ ഗതിയിൽ. വഞ്ചി ഇരുന്നുകൊണ്ടാണല്ലോ എഴുതിയത്. മഹാരാജാവ് പറഞ്ഞല്ലോ, വാരേ 2 പേരും കൂടെ പോവുകയാണ്. വാരേ ഈ വള്ളത്തിൻ്റെ പോക്കിനനുസരിച്ച് ഒരു കവിത എഴുതുമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എഴുതിയതാണ്. ഇത് നദോന്നത വൃത്തമാണ്. നദോന്നത വൃത്തത്തിൽ ഓ ദിത്തിത്താരാദിത്തൈ എന്നുള്ള, ഓ ദിത്തിത്താരാദിത്തൈ തകതൈ എന്നുള്ള ആ ട്യൂണ് 1. പക്ഷെ എനിക്കതിനും കുറച്ചും കൂടി ഗാനാത്മകത തോന്നുന്നത് വേറെ ഈണമാണ്. ഇത് കുട്ടനാടൻ പുഞ്ചയിലെ തിത്തിത്താതിത്തൈ, കൊച്ചു പെണ്ണെ കുഴലാളെ തിത്തിത്താതിത്തൈ,
കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം. പക്ഷേ എനിക്ക് ആ ട്യൂണിനേക്കാളും ഇഷ്ടം കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചു പെണ്ണെ കുഴലാളെ. കൊട്ടു വേണം, കുഴൽ വേണം, കുരവ വേണം, വയ്ക്കാനാളു വേണം, കോഴി തോരണങ്ങൾ വേണം വേണം. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനും കുചേലനും കൂടി കാണുന്ന രംഗമുണ്ട്. ശ്രീകൃഷ്ണനെ കാണാനായി കുചേലൻ തൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും രണ്ടുപേരും ഒന്നിച്ച് പഠിച്ചതാണല്ലോ, സതീർത്ഥരാണല്ലോ. ഒരാൾ ഈരേഴുള്ളതിനും അധിപതിയായി, ഒരാൾ ദരിദ്രനുമായി. അപ്പോൾ ഈ വെള്ളം കൂടുതൽ ഒഴിച്ചു വെച്ചിട്ട് ഒരു പാത്രം വഴി അടുത്തൊരു കുഴിച്ചു ദരിദ്രനുമായി. അപ്പോൾ തൻ്റെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം എത്ര കാലമായി ഇങ്ങനെ അഭിമാനം വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ കൂടെ ഒപ്പം പഠിച്ചതല്ലേ ഭഗവാൻ, നമ്മളുടെ വിഷമത്തിനൊക്കെ ഒരു അറുതി വരും, അദ്ദേഹത്തെ പോയി ഒന്ന് കാണൂ എന്നും പറഞ്ഞ് അന്യഭവനങ്ങളിൽ മറ്റ് ബ്രാഹ്മണ ഗൃഹങ്ങളിലൊക്കെ പോയി കുറച്ച് അവിലൊക്കെ സമ്പാദിച്ച് ആ അവിൽപ്പൊതിയുമൊക്കെ ആയിട്ടാണ് ഭഗവാനെ കാണാൻ വന്നിരിക്കുന്നത്. അന്നേരം ലക്ഷ്മീദേവി മൊത്ത് കട്ടിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ ശ്രീകൃഷ്ണൻ? അത് ഇങ്ങനെ ചൊല്ല. ഞാൻ നന്ദിനി ടീച്ചർക്ക് വേണ്ടി അത് ചൊല്ലുന്നത്, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടാൽ കേൾക്കാം. ഉപ്പ് നോക്കട്ടെ ഇതിൻ്റെ. യെസ്, ഉപ്പുംപൊടിയൊക്കെ ഉണ്ട്. വെരി ഗുഡ്. ഞാൻ മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി, സോറി. ഇതാ കുറച്ച് മഞ്ഞപ്പൊടി ഇടും. നിങ്ങളിന്ന് ചോദിക്കണ്ട, ടീച്ചർ മഞ്ഞപ്പൊടി ഇട്ടില്ലല്ലോ എന്ന് പറയണ്ട. ഇതാ ടീച്ചർ മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ. അപ്പോൾ ലക്ഷ്മീദേവി ഒരുമിച്ചല്ലേ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ തൻ്റെ സതീർത്ഥനെ ദൂരത്ത് കണ്ടിട്ട് ഓടിപ്പോയി കൂട്ടിക്കൊണ്ടുവരികയാണ് ഭഗവാൻ. കുചേലന് തോന്നി, അയ്യോ ചെല്ലുമ്പോഴെന്തായിരിക്കും അവസ്ഥ എന്നൊക്കെയുള്ള സങ്കടത്തിലാണ് പോയിരിക്കുന്നത്, സന്ദേഹത്തിലുമാണ് പോയിരിക്കുന്നത്. അപ്പോൾ ശ്രീകൃഷ്ണനെ കുചേലൻ കാണുന്ന ആ ഭാഗമാണ് ഓർമ്മയെ കിട്ടുന്നത്. കുറേ വർഷം 30, 40, 50 വർഷത്തിന് മുമ്പ് പഠിച്ചതും പഠിപ്പിച്ചതുമല്ലേ ഇത്. അപ്പോൾ അത് ഞാനൊന്ന് നോക്കട്ടെ, ഓർമ്മയുണ്ടോന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ ഞാൻ പറഞ്ഞില്ലേ. തിളച്ചിട്ട് വേണം നമ്മൾ ഈ മീൻ ഇടാൻ കേട്ടോ. തിളച്ചിട്ട് ഞാൻ അടുപ്പേ വെക്കുമ്പോൾ സൂക്ഷിക്കുന്നത് ഒത്തിരി ശരീര സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മതി കുട്ടി, വെച്ചോളൂ. തിളച്ചിട്ട് വേണം നമുക്ക് മീനെടുത്തിടാൻ. തിളക്കട്ട് കേട്ടോ. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും. ആഴിമകളുമൊരുമിച്ചൊരു കട്ടിലന്നേരം 7-ാം മാളിക മുകളിൽ ഇരുന്നരുളും. ഓദിത്തിത്താരാദിത്തൈ തകതൈ തകതൈ തകതൈന്ന് ഉള്ള അതൊന്ന്. രജനി ഇവിടെ നിന്ന് അങ്ങനെ ആംഗ്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. 7-2 ലഘുവാഴിയായ തമ്പുരാനെത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. 14 ലോകങ്ങളുടെയും നാഥനായ ഭഗവാൻ കൃഷ്ണൻ ഇത് സോപ്പിട്ട് കഴുകുക സിങ്ക്. അതിനകത്ത് മീനിൻ്റെ മണ്ണോട് ഞാൻ ഒരു ഒന്ന് കഴുകിയതാണ്. അപ്പോൾ ഞാൻ രജനിയോടാണ് പറഞ്ഞു കേട്ടോ, അതിനിടയിൽ കൂടെ നിങ്ങളോടല്ലേ. അപ്പോൾ
14 ലോകത്തിന് അധിപതിയായ ഭഗവാനെ കണ്ടപ്പോൾ 7 ഉലകിനും അധിപതിയായ ഭഗവാനെ കണ്ടപ്പോൾ നോക്കൂ, ആഴിമകളുമൊരുമിച്ചൊരു കട്ടിലിലം നേരം 7 മാളിക മുകളിലിരുന്നരുളും 7 ഉലകുവാഴിയായ തമ്പൂരാൻ എത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. എത്രയും താഴെ, എത്രയും പരിതാപകരമായ അവസ്ഥയായിരുന്നു കുചേലൻ്റേത്, തൻ്റെ കൂട്ടുകാരൻ്റേത്. സന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ ഗുരുകുലത്തിൽ താമസിച്ച് രണ്ടുപേരും കൂടെ അത്രയും ഉറ്റ ചങ്ങാതിമാരായി അവിടെ വളർന്ന് അവിടെ പഠിച്ച് ഗുരുദക്ഷിണയും കൊടുത്ത് മടങ്ങിയവരാണ്. പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നല്ലോ. ഗുരുവിൻ്റെ കൂടെ താമസിച്ച് ഗുരുവിൻ്റെ കാര്യങ്ങൾ ഒക്കെ ചെയ്ത് ഗുരുവിനെ ശുശ്രൂഷിച്ച് പഠിച്ച് ദക്ഷിണയൊക്കെ കൊടുത്തിട്ടാണ് മടങ്ങുക. 7 ഉലകുവാഴിയായ തമ്പൂരാൻ എത്രയും താഴത്തൻ്റെ വയസ്യനെ ദൂരത്തു കണ്ടു. വയസ്യൻ മീൻസ് കൂട്ടുകാരൻ, ചങ്ങാതി, ഒന്നിച്ച് പഠിച്ചവർ, സഹപാഠി. വയസ്യൻ തുല്യ വയസ്സരുമാണല്ലോ. കണ്ടാലെത്ര കഷ്ടം, എത്രയും മുഷിഞ്ഞാലീർന്ന വസ്ത്രം കൊണ്ട് തറ്റുടുത്തിട്ടുത്തരിയവുമിട്ട് മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും രണ്ടും കൂടി കക്ഷത്തിങ്കലിടുക്കിക്കൊണ്ട് ഭദ്രമായ ഭസ്മാവും ധരിച്ചു നമസ്കാര ഗിണമുദ്രയും മുഖരമായ പൊളിക്കുടയും രുദ്രാക്ഷമാലയുമേന്തി നാമകീർത്തനവും ചെയ്തു ചിദ്രൂപത്തിങ്കലുറച്ചു ചഞ്ചമ്മേ ചെല്ലും. ഇത് തിളച്ചിട്ടില്ല, നമുക്ക് തിളച്ചിട്ട് വേണം ഈ മീനിടാൻ കേട്ടോ. അന്തമേനെ കണ്ടിട്ടു സന്തോഷം കൊണ്ടോ തസ്യാദൈന്യം ചിന്തിച്ചിട്ടുള്ളിലുണ്ടായ സന്താപം കൊണ്ടോ എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. പള്ളി മഞ്ചത്തിനു വെക്കം ഉത്ഥാനം ചെയ്തിരുവക്കമുള്ള പരിജനത്തോടു കൂടി മുകുന്ദൻ പള്ളൊഴിഞ്ഞു താഴത്തെഴുന്നള്ളി. മറന്നുപോയി ബാക്കി കേട്ടോ, കുറേ വർഷമായി. പള്ളൊഴിഞ്ഞു താഴത്തെഴുന്നള്ളി ലക്ഷ്മി ദേവി എന്നുള്ളതാണ്. ലക്ഷ്മി ദേവി താഴേക്ക് എഴുന്നള്ളി വന്നു. പള്ളൊഴിഞ്ഞു വെള്ളം പോലെ അവിടെയുള്ള വൃത്തിജനങ്ങളും വന്നു ചേർന്ന് വെള്ളം പോലെ ഇരച്ചു കയറി വരികയാണ് അവിടെ ഉള്ള ആളുകൾ. വെള്ളം പോലെ എഴുന്നള്ളി. അപ്പൊ അന്തണനെ കണ്ടിട്ട് കുചേല ബ്രാഹ്മണനെ ഈ രീതിയിൽ കണ്ടിട്ടുണ്ടായ സങ്കടം കൊണ്ടോ അതോ പൂർവ്വകാല സുഹൃത്തിനെ ഒരുപാട് വർഷം കൂടി കണ്ടപ്പോഴുണ്ടായ സങ്കടമാണോ എന്താണെന്നറിയാൻ വയ്യ. ഭഗവാന്റെ കണ്ണുനീരണിഞ്ഞു ഭഗവാൻ. പള്ളിമഞ്ചത്തിൽ നിന്ന് എഴുന്നേറ്റ് ലക്ഷ്മി ദേവിയോടുകൂടി ഭഗവാൻ താഴേക്ക് വന്നു. ഓടിച്ചെന്നതുണ്ട് സതീർത്ഥ്യനെ കെട്ടിപ്പിടിച്ചു, കൂട്ടിക്കൊണ്ടുവന്നു, കട്ടിലിരുത്തി, കാലൊക്കെ കഴിയിച്ചു. ആ കാല് കഴിയ തീർത്ഥം ഉള്ളതുകൊണ്ടു തനിക്കും ആർക്കും തളിച്ചു. കുറച്ച് കിട്ടിയണമെന്നാണ് പറഞ്ഞ തീർത്ഥം. സുഹൃത്തിൻ്റെ കാലൊക്കെ കഴിയിച്ചു. ഭർത്താവിൻ്റെ മനോഭാവം വന്നിട്ട് ലക്ഷ്മി ദേവിയാണ്, ഭാര്യ ലക്ഷ്മി ദേവിയാണ് കാല് കഴിവിച്ചത്. എന്തുകൊണ്ടോ ശൗരി കണ്ണുനീരണിഞ്ഞു ധീരനായ ചന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ. ഭഗവാൻ ഇതിനു മുമ്പ് ഒരിക്കലും കരഞ്ഞിട്ടില്ല. ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടും ഭഗവാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. ചിരിച്ചോണ്ട് നേരിട്ടു അതൊക്കെ. ഞാനിനി ഈ മീനെ ഈ കൂട്ട് തിളച്ചു, ഇനി ഈ മീനെ ഇതിലേക്ക് പെറുക്കിയിടട്ട് കേട്ടോ. ഇതിനി ഒന്നുകൂടെ തിളയ്ക്കുമ്പോൾ അത് ഒന്ന് അടച്ചു വെച്ച് തിരുതാത്ത
വറ്റി കുറുകിയ ചാറോടുകൂടി വരണം. ഇതാ ഇതാ ഫിനിഷ്ഡ്. ഞാനിത് ഇളക്കുകയല്ല, ഇതൊന്ന് താത്തി വയ്ക്കുക കേട്ടോ. ഇതിനെ ഒന്ന് അരപ്പിനകത്തേക്കൊന്ന് ഇറക്കുക. കുറുകിയ ചാറോടുകൂടി നമുക്കിത് കിട്ടും. തക്കാളി ഒഴിക്കാൻ കറി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാറ് കുറുകിയ ചാറ് മതി, കുറുകിയ ചാറ് മതി. അപ്പോൾ ധീരനായ ചെന്താമരക്കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ? ഭഗവാൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. എത്ര വലിയ പ്രതിസന്ധികളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്, അപ്പോഴും കരഞ്ഞിട്ടില്ല. പക്ഷേ ഈ സമയത്ത് കുചേലനെ കണ്ടപ്പോൾ കരഞ്ഞു. നല്ല രുചി മീൻ കേട്ടോ. പുളി ഒരല്പം കൂടുതലാണെന്ന് സംശയം, അതിങ്ങെടുക്കാം. കുടംപുളി ആയാൽ നമുക്ക് അങ്ങനെ ഉണ്ട്, ഇതറിയാം, ആവശ്യത്തിൽ കൂടുതലുള്ള നമുക്കിങ്ങനെ എടുക്കാം. ഇത് തക്കാളി ഇട്ട ഓർമ്മ എനിക്ക്, ഞാനങ്ങ് മറന്നു തക്കാളി ഇട്ടത്, അതൊന്ന് കൂടുതൽ പുളി ഇട്ടു. അത് തക്കാളി വലിയ തക്കാളിയുമായിരുന്നു കേട്ടോ. ഞാൻ കുടംപുളിയിൽ 2-3 കഷ്ണം എടുക്കുക. ഇത് ഒരുപാട് തിളയ്ക്കാത്തോണ്ടേ നമുക്കിത് ശരി ഓക്കെ രജനി പോവാന്ന് പറയാം. അപ്പോൾ ഇത് ഒരുപാട് തിളയ്ക്കാത്തതുകൊണ്ട് നാളെ വേണം ഇത് കഴുകി മാറ്റി വെച്ചാൽ നാളെ ഇടുന്ന കൂട്ടത്തിൽ കുറച്ചിട്ടാൽ മതി. കുറച്ച് നല്ല പുളിയുടെ ഫ്രഷ് പുളിയുടെ കൂടെ ഇതും കൂടി ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇളക്കുക നിങ്ങൾ വിചാരിക്കണം, ഞാൻ പെരിയ ഒന്ന് ഇനി കിടന്ന് തിളയ്ക്കട്ടെ. ഇതാ ഇതാ അതവിടെ കിടന്ന തിളയ്ക്കട്ടെ. അപ്പോൾ ധീരനായ ചെന്താമരക്കണ്ണൻ ഒരിക്കലും കരഞ്ഞിട്ടില്ല. അത് പോയിട്ട് ഭഗവാനെ തൻ്റെ കൂട്ടുകാരനെ കണ്ടപ്പോൾ അത്രയും സ്നേഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദയനീയാവസ്ഥ കൊണ്ടോ കണ്ടിട്ടോ അതോ കുറേ കാലമായിട്ട് തൻ്റെ സുഹൃത്തിനെ കാണാതിരുന്ന് കണ്ടതുകൊണ്ടോ സന്തോഷം കൊണ്ടോ സന്താപം കൊണ്ടോ എന്തോ അങ്ങനെ പള്ളിമഞ്ചത്തിന്ന് വെക്കമുദ്ധാനം ചെയ്ത് ഓർമ്മ വരുന്നത് പറയാം. പള്ളിമഞ്ചത്തിന്ന് വെക്കമുദ്ധാനം ചെയ്ത് ഇരുപക്കമുള്ള പരിജനത്തോടുകൂടി മുകുന്ദൻ കള്ളൊഴിഞ്ഞു താഴത്തെഴുന്നള്ളി ഭഗവതി വെള്ളം പോലെ ചുറ്റും വന്നിച്ചു നിന്നു. കള്ളൊഴിഞ്ഞു താഴത്തെഴുന്നള്ളി പൗരവരന്മാര്, പൗരശ്രേഷ്ഠന്മാരൊക്കെ പൗരവരന്മാരും വെള്ളം പോലെ ചുറ്റും വന്നു. അവരെല്ലാം പൗരവരന്മാരെല്ലാം ഭഗവാന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോൾ വന്ന് അവിടെ ചുറ്റും വന്ന് കൂടി. പള്ളിപ്പാണികളെ കൊണ്ടു പാദം കഴുകിച്ചു പരൻ ഉള്ളൊഴിഞ്ഞു ഭഗവതി വെള്ളമൊഴിച്ചു. തുള്ളിയും പാഴിൽ പോകാതെ പാത്രങ്ങളിലേറ്റു തീർത്ഥമുള്ളതുകൊണ്ടു തനിക്കും ആർക്കും തളിച്ചു. ഉണ്ടോ? ലക്ഷ്മി ഭഗവതി ഭർത്താവിൻ്റെ മനോഗതം അറിഞ്ഞിട്ട് അദ്ദേഹം പറയാതെ പറഞ്ഞു കാല് കഴിയിക്കാൻ. കാരണം പണ്ടൊക്കെ അങ്ങനെ നമ്മുടെ വേണ്ടപ്പെട്ടവരോ അത്രയും ഇതായിട്ടുള്ള ആളുകൾ വരുമ്പോൾ അവരുടെ കാലൊക്കെ കഴിച്ച് അകത്തേക്ക് തുള്ളി പോലും ആ കാല് കഴുകുന്ന ജലം അല്പം പോലും പാഴിൽ കളയാതെ പാത്രത്തിലാക്കി ഉള്ളതുകൊണ്ട് എന്നുവെച്ചാൽ കുറഞ്ഞു പോയി. എത്ര വിശിഷ്ടമാണല്ലോ ഭഗവാന് കൂട്ടുകാരൻ്റെ കാല് കഴുകിയ ജലം. ഉള്ളതുകൊണ്ട് കുറച്ചേ ഉള്ളെന്നാണ് പറയുന്നത്. ഉള്ളതുകൊണ്ട് പിന്നെയും വേണമായിരുന്നു. തനിക്കും ആദ്യം തനിക്ക്, അതാണ് ആദ്യം നമ്മൾക്ക് വേണം, അല്ലാതെ മറ്റുള്ളവർക്ക് അങ്ങ് കൊടുക്കുകയല്ല കാല് കഴുകിയ വെള്ളം. ആദ്യം താൻ കാണിച്ചു കൊടുത്ത് മാതുക. ഉള്ളതുകൊണ്ട് തനിക്കും ആർക്കും തളിച്ചു, മറ്റുള്ളവർക്കും തളിച്ചു. ഭർത്തൃഭാവമറിഞ്ഞിട്ടു ലക്ഷ്മി ഭഗവതി താനും ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ. ഭക്തനാമതിഥിക്കധ്വശ്രമം കളയുവാൻ വാസുഭദ്രനോടുകൂടി നിന്നു വീശിത്തുടങ്ങി. ലക്ഷ്മി ഭഗവതി അങ്ങനെ അതിഥിയെ താരവൃന്ദമെടുത്ത് വീശാൻ തുടങ്ങി. കട്ടിലിരുത്തി വീശാൻ തുടങ്ങി. യാത്രാക്ഷീണം മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വീശാൻ തുടങ്ങി.
ഭർതൃഭാവം അറിഞ്ഞിട്ടാണ്, ഭർത്താവിൻ്റെ മനോഭാവം അറിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്യുന്നത്. ഭദ്രമായ താലവൃന്ദമെടുത്തു ചെമ്മേ ഭക്തനാം അതിഥിക്ക് അധ്വസ്. താലവൃന്ദമൊക്കെ ഏറ്റി വന്ന് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടിരുത്തി, കട്ടിലിരുത്തി ഒക്കെ വീശിത്തുടങ്ങി. ആലവട്ടം വെഞ്ചാമരയും ഒക്കെ എടുത്ത് വീശിത്തുടങ്ങി. മീന്, നമ്മുടെ വിശിഷ്ടമായ, നമ്മുടെ സ്പെഷ്യൽ രുചികരമായ കോട്ടയം സ്റ്റൈലിലുള്ള ഈ മീൻകറി ഇതാ കിടന്ന് തിളയ്ക്കുന്നു. ആറ്റിൽ കിടന്ന് തിളയ്ക്കല്ലായിരുന്നോ? ആറ്റിലല്ല, കടലിൽ കിടന്ന് തിളയ്ക്കല്ലായിരുന്നോ? കുറേ തിളച്ചതല്ലേ, ഇപ്പം ദാ വീണ്ടും ഇവിടെ കിടന്ന് തിളയ്ക്കുക. ഇത് കഴിയുമ്പോൾ തിളയടങ്ങും. ഇതൊക്കെ തന്നെ ജീവിതം. കുറേ തിളയ്ക്കും ഭൂമിയിൽ, അത് കഴിയുമ്പോൾ താനേ അടങ്ങിക്കോളും. ഇപ്പം പുളിയൊക്കെ പാകമാണ് കുട്ടികളെ. അതാണ് ഞാനിത് നന്ദിനി ടീച്ചർക്ക് വേണ്ടിയാണ് പാടിയത്. നിങ്ങൾ പാടുകയല്ല, ചൊല്ലിയതും വലിയ ഈണവും താളവും രാഗലയ ഭാവങ്ങളൊന്നും ഇതിലില്ല. നാളിൽ എൻ്റെ ഒരു കുട്ടി കാനഡയിൽ നിന്ന് തന്നെ വിളിച്ചു. അപ്പം അവൻ പറയുന്നുണ്ടായിരുന്നു, ടീച്ചറുടെ വീഡിയോസൊക്കെ ഞാൻ കാണുന്നുണ്ട്, കവിതകളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ഞാനൊരു വലിയ അവാർഡ് പോലെ ചിന്തിച്ച് എന്തെന്നറിയാം, ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, ടീച്ചറുടെ ക്ലാസ്സിലിരിക്കാൻ പറ്റിയ എന്നെപ്പോലുള്ള കുട്ടികളുടെ ഭാഗ്യമാണ് എന്ന് പറയാറുണ്ടോ. അത്ര ഞാൻ പറഞ്ഞു, ഓ എടാ സന്തോഷം, നീ ഇത്രയൊക്കെ പറഞ്ഞല്ലോ, ടീച്ചർക്ക് ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. സത്യം ടീച്ചർ കവിതകളും ഒക്കെ ചൊല്ലുമ്പോൾ ഞങ്ങൾ അങ്ങനെ നിർവൃതി കൊണ്ടിരുന്നിട്ടുണ്ട്. ആ ഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്കൊന്നും ലഭിക്കുന്നില്ല ടീച്ചർ എന്നൊക്കെ അവൻ പറഞ്ഞു. കുറച്ച് നേരം രാത്രിയിൽ രാത്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആ പാതിരാത്രിയല്ല, നമ്മുടെ ഇവിടുത്തെ രാത്രിയായി. ഒരു വീഡിയോ കോൾ വന്നു. എനിക്ക് ആരാണെന്ന് പറഞ്ഞുകൂടാ, ഒരു പുരുഷനെയാണ് കണ്ട. അപ്പോൾ എനിക്ക് വല്ലാത്തൊരു പരിഭ്രമമായി. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി ഇന്നാരെന്ന് പറഞ്ഞ്, ഞാൻ പറയുന്നില്ല അവൻ്റെ പേര്, പറഞ്ഞു കഴിഞ്ഞാൽ അവനെന്ത് തോന്നും. അപ്പോൾ എനിക്കെന്തോ അതേ പേരുള്ള കുറേ കുട്ടികളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടേ. ഇപ്പം നിങ്ങൾ പലരും ചോദിക്കും, വിമർശനാത്മകമായ മനോഭാവം കൊണ്ടിരിക്കുന്നവർ ചോദിക്കും, ഒരു മീൻകറി വയ്ക്കുന്നതിനാണോ നിങ്ങൾ ഇത്രയൊക്കെ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നതെന്ന്. മീൻകറി മാത്രമല്ല, എനിക്ക് ഒരുപാട് കാര്യങ്ങളും പറയാനുണ്ട്. അത് കേൾക്കാൻ ഇഷ്ടമുള്ളവർ കേൾക്കട്ടെ, കേൾക്കാൻ ഇഷ്ടമില്ലാത്തവർ കേൾക്കണ്ട, അത്ര തന്നെയല്ലേ ഉള്ളൂ. ഇത് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്, എനിക്കറിയാം. എന്നോട് പറയാറും അറിയിക്കാറും മെസ്സേജിൽ കൂടെ അറിയിക്കാറും ഒക്കെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ വീഡിയോയിൽ കൂടെ അവൻ്റെ ഭാര്യയെ, നല്ല പൊന്നോമനകൾ, 2 കുഞ്ഞുങ്ങൾ, 2 പെൺകുഞ്ഞുങ്ങൾ, അവരെ എന്നെ കാണിച്ചു. എന്നിട്ട് 4 പേരും കൂടി ഇന്ന് കുറേ സമയം എന്നോട് സംസാരിച്ചു. അതൊക്കെ ഒരു ഭാഗ്യം. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഫേക്കൊക്കെ വരുന്ന ഒരു കാലഘട്ടമല്ലേ, ആരായതെന്ന് അറിയില്ലല്ലോ. ഞാൻ വയസ്സായ അമ്മയാണെന്ന് പറഞ്ഞാലും ഇന്നത്തെ ലോകമല്ലേ. അപ്പോൾ ടീച്ചർ ഞാൻ ഇന്നാരാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരുപാട് ഈ പേരുള്ളവരെ ആ പേര് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് അതുകൊണ്ട് ഓർമ്മ കിട്ടുന്നില്ല മോനെ എന്ന് പറഞ്ഞു. പേടിക്കണ്ട, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഒക്കെ അവരെയൊക്കെ കൊണ്ടുവരിക. ഞാൻ പലപ്പോഴും ടീച്ചറെക്കുറിച്ച് അവരോട് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അവർക്കറിയാം എന്ന് പറഞ്ഞ് അവൻ കൊണ്ടുവന്ന് കുറേ നേരം സംസാരിച്ചു. ഇനി നാട്ടിൽ വരുമ്പോൾ ഞാൻ പിള്ളേരെ അവളെയും കൊണ്ട് വരാൻ ടീച്ചർ എന്നൊക്കെ പറഞ്ഞു. സൂക്ഷിക്കണേ, ഹെൽത്ത് സൂക്ഷിക്കണേ, ഒരുപാട് കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞു. ഇപ്പം നമ്മളിത് പറയുന്നു, വലിച്ചു നീട്ടുന്നു, ശരി തന്നെ. ഇപ്പം നന്ദിനി രാജശേഖരൻ ടീച്ചറുടെ ചാനൽ വലിയ ചാനലാണ്. ടീച്ചർക്ക് ഒരുപാട് ആരാധകരും സബ്സ്ക്രിപ്ഷനും ഒക്കെ ഉള്ള ആളാണ്. ടീച്ചർക്ക് വേണേൽ യൂട്യൂബ് തുറന്നാൽ വഞ്ചിപ്പാട്ട് കിട്ടും. ടീച്ചർ ഒരുവൻ നന്നായിട്ട് ചൊല്ലുന്ന ആളും. എന്നാലും എന്നോട് കമൻറ്റിൽ പറഞ്ഞിരിക്കും, ടീച്ചർ വഞ്ചിപ്പാട്ടിലെ കുറച്ച് വരികളൊന്നും ചൊല്ലണമെന്ന്, കേൾക്കാനുള്ള ആശ കൊണ്ടാ പ്ലീസ് എന്ന്. അതൊക്കെ ഒരു സ്നേഹം, ഒരു സന്തോഷം, അതൊക്കെയല്ലേ നമുക്ക് ഈ യൂട്യൂബ് ചാനൽ കൊണ്ട് കിട്ടേണ്ട മെയിൻ കാര്യം. അതിൻ്റെ റെമ്യൂണറേഷനൊന്നും അല്ല. അതിനായിട്ടുള്ളവരുമുണ്ട്, ഒരു ജോലിയായിട്ട് സ്വീകരിച്ചിരിക്കുന്ന കുറേ പേരുണ്ട്. പക്ഷേ എന്നെപ്പോലുള്ള കുറേ പേര് കുറച്ചൊരു റിലാക്സേഷനും കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടുന്നതിനും കുറച്ച് സന്തോഷത്തിനും ഒക്കെയാണ്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നതും നമ്മൾ സ്വയം സന്തോഷിക്കുന്നതും എല്ലാം നമ്മൾ സ്വയം സന്തോഷിക്കണം, അവരെയും സന്തോഷിപ്പിക്കണം, അല്ലേ? അല്ലാതെ ഇതിലിപ്പോൾ എന്താ, ഈ മീൻകറി
ഈ സ്റ്റൈലിൽ വെച്ച ഒരുപാട് പേര് കാണും. പക്ഷെങ്കിൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം എന്തൊരു ടേസ്റ്റ് ആയിട്ടെന്ന് അറിയാമോ. ഇതിൻ്റെ ചാറൊക്കെ കണ്ടോ, നോക്കൂ എന്ത് രുചികരം. ഇനി ഇത് കുറച്ചും കൂടി കുറുകി വറ്റണം. ഇത് കുറുകി വറ്റുമ്പോൾ ഇനിയിപ്പം ഇത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ഒരു 10 മിനിറ്റ് കൂടെ ഞാനിതിവിടെ ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കും. അതവിടെ കണ്ട് വേഗട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് പറഞ്ഞു. ഞാൻ ഒരിക്കലും ഇല്ലാത്ത പോലെ കുറച്ചേറെ സമയം ഈ വീഡിയോയ്ക്ക് എടുത്തിട്ടുണ്ട്. നിങ്ങളാരും ഒന്നും വിചാരിക്കരുത്, അത് തികച്ച സാന്ദർഭികം മാത്രം. ആ രജനി വന്നവൾ പോയി. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവരും ടീച്ചറുടെ ചാനലൊക്കെ കണ്ട്, ചാനലിലൊക്കെ കയറി വീഡിയോസൊക്കെ കണ്ട് ലൈക്കും കമൻറ്റും സബ്സ്ക്രിപ്ഷനൊക്കെ തരണം. ഞാൻ മിക്കവാറും ഇടുന്ന വീഡിയോകളിൽ ഞാനങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. ഇന്നലെ ഞാൻ ഒരു ഷോർട്ട് ഒരു റീൽ വിട്ടു, ഞാനങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. എനിക്ക് കുറച്ച് നേരമെങ്കിലും നിങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടണം, അത്ര മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ മീൻകറി എല്ലാവരും വെച്ച് നോക്കണം. ഈ അയലക്കറി നിങ്ങളൊക്കെ വയ്ക്കുന്നതിനൊരു വെറൈറ്റി ആയിട്ട് ഞാൻ വെച്ചിരിക്കുകയാണ്. നല്ലതാണ് കേട്ടോ, എല്ലാവരും വയ്ക്കണേ. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എൻ്റെ പുരാണം കേട്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഇന്ന് നമ്മളുടെ കാതുകളിൽ കണ്ണുകളിൽ ഒരനിഷ്ട സംഭവങ്ങളും കേൾക്കാതിരിക്കാൻ, കാണാതിരിക്കാൻ, നല്ലത് മാത്രം കാണാനുള്ള അവസരം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തെങ്കിലും മോശമായ അനുഭവം ഉണ്ടായാൽ അതിനെ നമുക്ക് തരണം ചെയ്യാൻ, ഫേസ് ചെയ്യാനുള്ള മനസ്സിന് ശക്തിയും ധൈര്യവും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദിനി ടീച്ചറെ, ഇത് ഞാൻ ഓർമ്മയിൽ വന്ന കുറച്ച് കാര്യങ്ങളാണ് ചൊല്ലിയിരിക്കുന്നത്. എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ ടീച്ചറും എന്നോട് ക്ഷമിക്കണം. പക്ഷേ ടീച്ചർ എന്നോട് ചൊല്ലണം പ്ലീസ് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഈ ചാനലിൽ കൂടെ ചൊല്ലുകയാണ്. ഇനി ഞാൻ വിശദമായിട്ട് ഒരു ദിവസം കുചേലവൃത്തം വഞ്ചിപ്പാട്ട് അല്ലേ ഏതേലും വഞ്ചിപ്പാട്ട് ചൊല്ലി ഒരു വീഡിയോ ഇടാം കേട്ടോ ടീച്ചറെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.